വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ നമ്മൾ ഡേ 3 സ്റ്റാർട്ട് ചെയ്തു. രാവിലെ തന്നെ നല്ല തണുപ്പാട്ടോ, ഭയങ്കര തണുപ്പാണ്. വണ്ടി വന്നിട്ടുണ്ട് നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പറയോ? അപ്പോൾ ഞങ്ങൾ വണ്ടി കയറി. ഇന്ന് ഞങ്ങൾക്ക് 2 മ്യൂസിയം കാണാനുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് കറങ്ങണം. ഇവിടെ വേറെ പല സ്ഥലങ്ങളും കാണാനുണ്ട്. കാരണം ഞങ്ങൾ ലാസ്റ്റ് ഡേ ആണ്, ഞങ്ങളുടെ ബാക്കുവിലെ ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഇന്ന് മാക്സിമം നമ്മളിവിടെ കവർ ചെയ്യണം. നമ്മൾ കാണാൻ പറ്റാത്ത, ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ഈ 2 days നമ്മൾ കവർ ചെയ്യാത്ത പ്ലേസുകൾ നമ്മളിന്ന് കവർ ചെയ്യണം. Museum. What's that? Carpet museum. Brother? No carpet. Hyder Ali Museum. Hyder Ali Museum. Where is carpet museum? Carpet museum after, bro. After. Spielberg. Wow. This is Baku city. Rich city. I love Baku. I love Baku. I love Baku ഉണ്ട് അവിടെ. അവിടെ പോയി ഫോട്ടോ എടുത്തോ. യെസ്, ഇതാണ് ഇൻസ്റ്റയിൽ ട്രെൻഡിങ് ആയിരിക്കുന്ന ഐ ലവ് ബാക്കു. ഇതാ ദുബായിൽ വെച്ചായിരുന്നെങ്കിൽ ഇങ്ങോട്ട് കണ്ടിട്ട് യാ അത് അവരുടെയാണോ? നമുക്ക് ചോദിച്ചാലോ. അപ്പൊ ഇതാണ് ആദ്യത്തെ നമ്മൾ വന്ന സ്ഥലം. ഇതാട്ടോ, ഇവിടുന്ന് എല്ലാരും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ ഇന്നലത്തെക്കാളും തണുപ്പ് കുറവാണ് സത്യം പറഞ്ഞാൽ. പക്ഷേ എടുക്കാതിരിക്കും ഞാൻ. അജയൊക്കെ നോക്കി പോസിംഗ് ഒക്കെ മാറിയതുണ്ടോ? ഇത് ഇവിടുത്തെ കാക്കയാട്ടോ, നമ്മുടെ നാട്ടിലെ പോലല്ല, വെറൈറ്റി കളറാണ്. ഞാൻ അടുത്ത് പോകുന്നുണ്ട്, എന്നെ വല്ലതും ചെയ്യുമോ എന്തോ. എന്നൊന്നും ചെയ്യില്ലട്ടാ. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഫോട്ടോഷൂട്ട് എല്ലാം കഴിഞ്ഞ് ഇവിടെ ജസ്റ്റ് എല്ലായിടത്തും ഒന്ന് നോക്കാന്ന് വെച്ചു. അത് വർക്ക് ചെയ്യുന്നില്ല. ഈ സ്റ്റെപ്പ് വരെ മേലിൽ പോയി കൂടുതൽ വ്യൂസ് കാണാൻ പറ്റും. നമുക്ക് അവിടെ കുളത്തിൽ മറ്റേ ഒരു കുളം പോലെ ഇല്ലേ, അവിടെ ഡോഗ്സ് എല്ലാം കുളിക്കുന്നത് നമുക്ക് നോക്കാം. അടിപൊളി വ്യൂ കേട്ടോ. ഗൈസ്, ഇതിൻ്റെ അടുത്ത് വന്നപ്പോൾ മനസ്സിലായി ഇത് പോണ്ടല്ല ഗൈസ്. ഇത് ജസ്റ്റ് ഒരു പ്ലെയിൻ ആയിട്ടുള്ള സർഫസ് ആണ്, അതിൽ ജസ്റ്റ് വെള്ളം കെട്ടി നിൽക്കുന്നേ ഉള്ളൂ. ഇത് പോണ്ടല്ല ഗൈസ്, ഇത് ജസ്റ്റ് സർഫസ്. എനിക്ക് ഒരാൾക്ക് റീല് ചെയ്യണമെന്ന് ആഗ്രഹം പറഞ്ഞിട്ട്, എൻ്റെ വേറെ ആരുമല്ല, എൻ്റെ ഹസ്ബൻഡ് തന്നെ. അങ്ങനെ കുറച്ചൊരാളുടെ റീലൊക്കെ എടുത്ത്, ആൾ പോസ്റ്റ് ചെയ്യില്ല കേട്ടോ. റീലെല്ലാം എടുക്കും, പക്ഷെ ഒന്നും പോസ്റ്റ് ചെയ്യില്ല. പക്ഷേ കോപ്പിറൈറ്റ് വരുമോയെന്നറിയില്ല. മറ്റ് വേറൊരു മൊബൈലിൽ സോങ് വെച്ചിട്ടാട്ടോ ഞാൻ ഇതെടുത്തത്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫോട്ടോഷൂട്ടും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് മ്യൂസിയത്തിലേക്ക് കാണാൻ പോകാട്ടോ. ഇവിടെ അടുത്ത് തന്നെ മ്യൂസിയം ഉണ്ട്. അപ്പോൾ അങ്ങനെ മ്യൂസിയത്തിലേക്ക് കയറി പോവുകയാണ്. എന്നാലും അതിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് നോക്കാം എന്താന്ന്. കുറേ സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ കയറാൻ. ഈ മ്യൂസിയത്തിൻ്റെ മുന്നിൽ വരുമ്പോൾ തന്നെ ആദ്യം കാണുന്ന സ്ട്രക്ചർ ഇതാട്ടോ. അപ്പോൾ ഇതാണ് വരുന്നത്. അർത്ഥം എന്താന്ന് നല്ലൊരു സ്ട്രക്ചറാണ് സംഭവം.
ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റും അതേപോലെ ഒരെണ്ണം വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ടോപ്പിലെത്തിയിരിക്കുകയാണ്. സ്ട്രക്ചർ കാണാൻ അടിപൊളിയാട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു സ്ട്രക്ചർ കാണാൻ. നമ്മൾ കയറി വരുമ്പോൾ തന്നെ അനദർ സ്ട്രക്ചർ കാണാൻ പറ്റും ഇതിൻ്റെ. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഇവിടെ എത്തി. അപ്പോൾ ഈ മ്യൂസിയത്തിൻ്റെ പേരാണ് ഹൈദരലി മ്യൂസിയം. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടി പോവാണ്. അങ്ങനെ അതിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ ഒരു സ്റ്റാച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ. പെട്ടെന്ന് കണ്ടപ്പോൾ നമ്മൾ വെച്ച് എന്താണെന്നും. പിന്നെ നമ്മൾ ഇത് വായിക്കും. ഹാൻഡ് ഓഫ് ഗോഡ് എന്നാണ് ഇതിൻ്റെ മീനിങ്. ഹാൻഡ് ഓഫ് ഗോഡ്. അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ കയറി. ഇവിടുന്നാണ് ടിക്കറ്റ് എടുക്കുന്നത്. എന്നിട്ട് വേണം നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ വേണ്ടി. നമ്മൾ പഴയ മോഡൽ കാറൊക്കെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി ഞങ്ങളുടെ സ്കിൽബർഗ് എത്തിയിരിക്കുകയാണ് ഗൈസ്. ഞങ്ങളുടെ സ്കിൽബർ എത്തിയിരിക്കുകയാണ് ഗൈസ്. എല്ലാവരും കയറുക. ഞങ്ങൾ അവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് പോവാട്ടോ. ഞാൻ അവിടെ നിന്ന് കുറച്ച് ഫുട്ടേജ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പ്രീവിയസ് നമ്മൾ പോയ സ്ഥലത്ത് നിന്ന് ഞാൻ മറന്നുപോയി സത്യം പറഞ്ഞാൽ. അങ്ങനെ ഇനി നമ്മളിവിടെ ഒരു അടുത്തൊരു മോളുണ്ട്, അവിടെ പോവാം. അവിടത്തേക്കാട്ടോ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഈ മാളിൻ്റെ ഉള്ളിൽ കയറി. ഭയങ്കര വലിയ മാളാട്ടോ. ഈ മാളിൻ്റെ ഉള്ളിൽ കണ്ടു കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ കാർപ്പറ്റ് മ്യൂസിയം ഉണ്ട്, അങ്ങോട്ടേക്ക് പോകും. അങ്ങനെ ഞങ്ങൾ മോളിൻ്റെ പുറത്തുനിന്ന് വന്ന് ഇനി ഇവിടെ എല്ലാവരും അടി കൂടുന്നുണ്ട്. കടൽക്കാക്കിയാന്ന് തോന്നുന്നു. ഭയങ്കരമായിട്ട് അടി കൂടുന്നു ഗൈസ്. അങ്ങനെ നമ്മളിവിടെ വന്നു. ഹായ് പറയൂ. ഇവിടെ ഒരു ബീച്ച് സൈഡാന്ന് തോന്നുന്നു കേട്ടോ. അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ. കുറേ ഷിപ്പെല്ലാം കിടപ്പുണ്ട് ഇവിടെ. അടിപൊളി വ്യൂ ആണ്. ക്യൂ ആയിട്ടിരിക്കുന്ന നോക്ക്. നല്ല മഴയുണ്ട് ഗായ്സ്. നല്ല മഴ എന്ന് പറഞ്ഞാൽ ചാറ്റലുണ്ടല്ലോ. നമുക്കിങ്ങനെ നടക്കാനും പറ്റും, കുഴപ്പമില്ല. അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കയറി. വെറൈറ്റി ഓഫ് ചോക്ലേറ്റ്സ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഇതെല്ലാം എടുത്തു. ഇതൊക്കെ ഒരു വെറൈറ്റി ഉണ്ടല്ലോ, ലവിൻ്റെ സിമ്പിളൊക്കെ. അങ്ങനെ ഇങ്ങനത്തെ ചോക്ലേറ്റ് നമ്മൾ യു എയിൽ കിട്ടാത്ത ടൈപ്പ് ചോക്ലേറ്റ്സ് ആണ് ഞങ്ങൾ എടുത്തത്. അങ്ങനെ നമ്മൾ ചോക്ലേറ്റ്സ് ഒക്കെ ഇങ്ങനത്തെ ഒരു കവറിലാട്ടോ ചോക്ലേറ്റ്സ് ഒക്കെ പാക്ക് ചെയ്യുന്നത്. അങ്ങനെ ഇവിടെ ബില്ലടിക്കുന്നുണ്ട്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാം ഫ്രഷാണ്, അടിപൊളിയാണ് സത്യം. ഞങ്ങൾ കുറേ പർച്ചേസ് ചെയ്തു ഇന്നത്തെ കഴിക്കാനും കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള നട്ട്സും കാര്യങ്ങളൊക്കെ നമ്മളെടുത്തു. പിന്നെ നമ്മൾ ടൊമാറ്റോ സത്യം പറഞ്ഞല്ലോ ഇവിടെ നിന്ന് തന്നെ ഇങ്ങനെ എടുത്ത് കഴിക്കാൻ തോന്നുന്നു. നല്ല ഫ്രഷ് സാധനം, നല്ല ഫ്രഷ് സാധനം. പൈസയാണ് എടുത്ത് കാണിക്കണം, അടിപൊളി സത്യം. നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഇങ്ങനെ എടുത്ത് കഴിക്കാൻ തോന്നുന്നു, അതുപോലെ ഫ്രഷാണ്. അതെ അതെ, ഇതിനൊരു ലുക്കില്ല. അതെ. അയ്യോ, പിന്നെ ഞാൻ അസർബൈജാനിൽ വന്നപ്പോൾ കണ്ട ഏറ്റവും പ്രത്യേകത പറഞ്ഞാൽ ഈവൻ ചെറിയൊരു ഷോപ്പിൽ പോയാലും ഇവിടെ നമുക്ക് ഡ്രിങ്ക്സൊക്കെ അവൈലബിൾ ആണ്. എവിടെ ചെറിയ ഷോപ്പിൽ പോയാൽ പോലും നമുക്ക് കുപ്പി കിട്ടും. അത് ഞാൻ കുറേ നോട്ട് ചെയ്തതാണ്. ഏത് ചെറിയ ഷോപ്പിൽ പോയാലും ഇവിടെ കുപ്പിയുണ്ട്. അതും വെറൈറ്റി ടൈപ്സ് ഓഫ്. ഇപ്പോൾ ചിലവർക്കൊക്കെ ഓരോ ടൈപ്പ് മോഡലൊക്കെ ഇങ്ങനെ മേടിച്ചിങ്ങനെ വീട്ടിലൊക്കെ മിനി ബാറും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെ കാണാനും പോലും, മീൻസ് ആരും വരുമ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇങ്ങനെ കൊടുക്കാനൊക്കെ
നല്ല കളക്ഷൻസ് ഉണ്ട്. ഇത് എവിടെ പോയാലും ഈ അസർബൈജാനിൽ ഏതൊരു ചെറിയ ഷോപ്പിൽ പോലും കാണാൻ പറ്റുന്ന ഒരു കാര്യമാട്ടോ ഇത്. KFC ഫുഡ് മേടിക്കാന്ന് വെച്ചു. അങ്ങനെ ഇവിടെ വന്നു. ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ, അടുത്തടുത്ത് തന്നെ ഉണ്ട്. അപ്പം നമ്മൾ ഓരോ ഓർഡർ നമ്മൾ KFCന്ന് ഓരോ ഓർഡർ നമ്മളെ അവിടുന്ന് ആക്കി. പിന്നെ ബർഗർ കിങ്ങിന്നും ഉണ്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. നോക്കാം എല്ലാം ട്രൈ ചെയ്തിട്ട്. നമ്മൾ പിന്നെ ബിർക്കിന്ന് പറഞ്ഞിട്ടുള്ള ഓർഡർ. എന്താ ഓർഡർ ആക്കി അവിടുന്ന്? റെസ്റ്റോറന്റ് സ്പെഷ്യൽ സംതിങ്. ഓക്കെ. അപ്പൊ അത് ഓർഡർ കൺഫേം ആവുമ്പോൾ നമുക്ക് ഇവിടെ വോയിസ് കേൾക്കും. അപ്പൊ നമ്മൾ പിക്ക് ചെയ്യാൻ പോകണം നമ്മുടെ ഐറ്റംസ്. നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ 138 ആണ് ഇപ്പോൾ. 138 നൗ ഇറ്റ്സ് കുക്കിംഗ്. 138 ഇസ് കുക്കിംഗ് നൗ. കണ്ടോ ഇത് അടിക്കുന്നതുണ്ടോ? ഇതപ്പോൾ ഇത് റെഡിയായി കേട്ടോ. KFCയും റെഡിയായി. നമ്മളതും എടുത്തു. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് എടുക്കാൻ വന്നു. അപ്പോൾ ഇതങ്ങ് എടുത്തോണ്ട് നടന്നോളൂ. അവിടുന്ന് ഇവിടുന്നൊക്കെ ഫുഡ് കൊണ്ടുവരുന്നുണ്ട്. ഓ മൈ ഗോഡ്, ഇത് ഭയങ്കര ഗ്രാൻഡാണ്. അപ്പോൾ ഗായ്സ് ഞങ്ങൾ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞ് ഈ മാളിൽ നിന്ന് ഇറങ്ങി. ഇതാട്ടോ അതിൻ്റെ ഔട്ടർ പാർട്ട്. അപ്പം നമ്മൾ ഇനി പോകുന്നത് അവിടെ കാണുന്നുണ്ടോ കാർപ്പറ്റ് പോലത്തെ ഒരു ഡിസൈൻ, അത് കാർപ്പറ്റ് മ്യൂസിയം എന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ അങ്ങോട്ടേക്കാട്ടോ ഇനി പോകുന്നത്. അങ്ങനെ ഗായ്സ് ഞങ്ങൾ അവിടുന്ന് ഇങ്ങോട്ടേക്ക് എത്തി. ഇവിടെ കാർപ്പറ്റ് മ്യൂസിയം കേട്ടോ. ഇതാണ് കാർപ്പറ്റ് മ്യൂസിയം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇപ്പോൾ എൻട്രി ഉണ്ടോയെന്ന് അറിയില്ല, നോക്കണം. സംഭവം അസൽ ഒരു കാർപ്പറ്റിൻ്റെ ഒരു ഇതുണ്ടല്ലോ, മോഡലല്ല അതിൻ്റെ ഔട്ടർ പാർട്ട്. അതാട്ടോ ഇതിൻ്റെ കാർപ്പറ്റ്. ഈ റോൾ ചെയ്തിരിക്കുന്നത് കാർപ്പറ്റ് മോഡൽ പോലെയല്ലേ സ്ട്രക്ചർ പണിഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ആർ യു എക്സൈറ്റഡ് ടു സീ ഇൻസൈഡ്? ഇതിൻ്റെ സൈഡിലായിട്ട് കുറേ റോസിൻ്റെ വെറൈറ്റി ടൈപ്സ് ഓഫ് ഗാർഡൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു മോഡലാണ്. നല്ല രസമുണ്ട്. വലിയൊരു റോസാണ്, പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് കാണാൻ. നല്ല ഭംഗിയുണ്ട്. വെറൈറ്റി ടൈപ്സ് ഓഫ് പക്ഷെ അതൊക്കെ നല്ല വലിപ്പമുണ്ട് കാണാൻ. നല്ല രസമുണ്ട്. നല്ലൊരു എന്താ പറയുക, നമുക്ക് മനസ്സിനൊരു സുഖമുണ്ട് ഇത് കാണുമ്പോൾ. ആക്ച്വലി ഇതൊക്കെ നല്ല വിടുന്ന വലിയതായിരിക്കും. അപ്പം ഇതിൻ്റെ സൈഡിലായിട്ടാണ് ഈ കാർപ്പറ്റ് മ്യൂസിയത്തിൻ്റെ സൈഡിലായിട്ടാണ് ഈ ഗാർഡനൊക്കെ വരുന്നത്. അവിടെ പാർക്ക് പോലത്തെ ഏരിയ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് ഇരിക്കാം. പക്ഷെ ഇപ്പം മഴ ആയതുപോലെ തന്നെ നമുക്ക് അവിടെ ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. കാരണം മഴ നല്ലോണം പെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇരിക്കാൻ പറ്റില്ല. എന്തായാലും നമുക്ക് ഇതിലെയാണ് എൻട്രി തോന്നുന്നു. നമുക്ക് എൻട്രി നോക്കണം. എവിടെയാണ് കയറുന്നത് എൻട്രി നോക്കണം. അതനുസരിച്ച് നമുക്ക് അവിടെ പോയി ചെക്ക് ചെയ്ത് നമുക്ക് അകത്ത് കയറാൻ ഇപ്പോൾ പറ്റുമല്ലോ നമുക്കൊന്ന് നോക്കാം. എന്തായാലും ഇതാണ് മിസ്റ്റർ അനുചേട്ടൻ. അനുചേട്ടൻ എപ്പോഴും വൈഫിൻ്റെ ഫോട്ടോ എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ കപ്പിൾസ് എപ്പോഴും ഫോട്ടോ എടുക്കും, ഭയങ്കര ഇഷ്ടമാണ്. അതെനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഒരു നേച്ചർ. ഇവിടെ ഇത് മിസ്റ്റർ അജയ്, ഇതാണ് വൈഫ്. ഇതും അതുപോലെ തന്നെയാണ്, ഭയങ്കര ഫോട്ടോഹോളിക്കാണ്. ഇതാണ് മിസ്റ്റർ ഹസ്ബൻഡ് ഹൂ സപ്പോർട്ടിങ് മീ ബിഹൈൻഡ് ഓൾ. ഓക്കെ, ആൻഡ് ഇതാണ് എൻ്റെ മിസ്റ്റർ ഹസ്ബൻഡ്. ആള് ഭയങ്കര പണ്ട് ഫോട്ടോഹോളിക്കല്ലായിരുന്നു, പക്ഷെ ഇപ്പോൾ എന്താണെന്ന് പറയുക 1 വീക്കായിട്ട് ഭയങ്കര ഫോട്ടോഹോളിക്കാണ്.
അങ്ങനെ ഞങ്ങൾ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് എൻട്രൻസിൻ്റെ അടുത്തെത്താനായി. പക്ഷേ ഇവിടുന്ന് ഇനിയും കുറച്ചുകൂടെ പോവാനുണ്ട്. അപ്പോൾ അവിടെ എൻട്രൻസിൻ്റെ അവിടെ എങ്ങനെയാ ടിക്കറ്റ്സും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇതിൻ്റെ സൈഡിലൊക്കെ നല്ല വ്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും. നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ കിട്ടും. നല്ല വ്യൂ ആട്ടോ ഇതല്ല. ഇനി നമുക്ക് ചിലപ്പോൾ ഇങ്ങോട്ടേക്ക് എന്താ പറയുക, നമ്മൾ ഒരു രാജ്യം വിസിറ്റ് ചെയ്ത് പിന്നെ ചിലപ്പോഴേ ഇങ്ങോട്ടേക്ക് തന്നെ വരുള്ളൂ, അല്ലെ അടുത്ത ഇതെല്ലാം നോക്കുകയുള്ളൂ ചിലപ്പോഴേ. അപ്പോൾ നമുക്ക് മാക്സിമം കണ്ടു തീർക്കാവുന്നത് കണ്ടു തീർക്കാം. അപ്പോൾ ഇതാണ് കാർപ്പറ്റ് മ്യൂസിയം ഔട്ട്സൈഡ് പാർട്ട് എന്ന് പറയുന്നത്. ഇറ്റ്സ് വെരി ലോങ് വൺ. എന്തായാലും ഇൻസൈഡ് കയറിയിട്ട് ബാക്കി കാണിക്കാം. അപ്പോൾ നമ്മൾ അവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്തു. അപ്പോൾ ഉള്ളിൽ പോകുമ്പോൾ നമുക്ക് ജാക്കറ്റ് ഇടാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മളിത് ഇവിടെ കൊടുക്കണം, ഏൽപ്പിക്കണം. എന്നിട്ട് വേണം നമുക്ക് മുകളിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഞങ്ങളിത് മേളിലോട്ട് കയറുകയാണ്. മേളിലോട്ട് കയറുമ്പോൾ തന്നെ എന്തൊക്കെയോ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. വാവ്, സോ മെനി കാർപ്പറ്റ് കളക്ഷൻസ്. ഇത് മുള കൊണ്ട് ഉണ്ടാക്കുന്നല്ലേ? ഇത് പണ്ട് ഉപയോഗിച്ചിരുന്ന ടൈപ്പാട്ടോ. പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടൈപ്പ് സാധനം. ഇതെല്ലാം പണ്ട് കാലങ്ങളിൽ അവർ യൂസ് ചെയ്ത സാധനങ്ങളൊക്കെ. പണ്ട് ഇവിടെ ഈ രാജ്യത്ത് പണ്ട് അവർ യൂസ് ചെയ്ത മെറ്റീരിയൽസ് വുഡൻ ടൂളാട്ടോ. യൂസ് ഫോർ ഫുള്ളിങ് അപ്പ് വൂൾ ഓർ കോട്ടൺ. ഇത് അവർ പണ്ട് കാർപ്പറ്റ് നെയ്യാൻ ഉപയോഗിച്ചിരുന്ന മെഷീനാണ്. പണ്ട് കാലങ്ങളിൽ അവർ കാർപ്പറ്റ് നെയ്യാൻ ഉപയോഗിച്ചിരുന്ന മെഷീനാട്ടോ. സെയിം ലൈക്ക് നമ്മുടെ നാട്ടിലുള്ള ഈ ഒരു മോഡൽ തന്നെ. സോ ഇതാട്ടോ അവർ ഈ ത്രെഡ്സാണ് അവർ കാർപ്പറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇവിടുത്തെ മെയിൻ ത്രെഡ്സ് ആട്ടോ കാർപ്പറ്റ് നിർമ്മിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെയിൻ സാധനങ്ങൾ. ഇതാണ് കോംബ് ടൂൾ എന്ന് പറയുന്നത്. അത് ഷീറ്റിൻ്റെ മേളിൽ ക്ലീൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. ഈ ഒരു മെഷീൻ എന്ന് പറഞ്ഞാൽ പണ്ട് കാലങ്ങളിൽ ഇതിനെ ടോം സ്റ്റോൺ എന്നാണ് പറയുന്നത് കേട്ടോ. ഇതിനെ സ്റ്റോൺ കാർവിങ്ങിന് യൂസ് ചെയ്യുന്ന കേട്ടോ. ഇവിടെ നമ്മൾ പെട്ടെന്ന് കണ്ടാണ് ഉള്ളിത്തൊലി കേട്ടോ, ഓനിയൻ പീൽ. ഇതെന്തിനാണ് ഇത് കാർപ്പറ്റ് നിർമ്മിക്കാൻ എന്തിനാണ് ഉപയോഗിക്കുന്നത് ഈ ഉള്ളിത്തൊലി? അറിയില്ല യൂസ് എന്താണോ എന്തോ ഇതിൻ്റെ. അനുചേട്ടൻ ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? ഓക്കെ ഓക്കെ. ഇത് പണ്ട് കാലങ്ങളിൽ അവർ ചിത്രം വരച്ചു എന്നുള്ളതിൻ്റെ തെളിവാട്ടോ. ശിലായുഗ കാലങ്ങളിൽ നമ്മൾ സോഷ്യൽ സയൻസിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. എനിക്കൊന്നും ഇത് പൊട്ടിപ്പോയത് അവർ വീണ്ടും ഇതാക്കിയതാന്ന് തോന്നുന്നു അല്ലേ. പണ്ട് കാലങ്ങളിൽ അവർ യൂസ് ചെയ്ത പാത്രവും കാര്യങ്ങളും ഒക്കെ. സോ ഇതാണ് അവർ പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന നമ്മൾ അച്ചൊക്കെ സ്റ്റാമ്പ് ഇതില്ലേ അതൊക്കെ ഉപയോഗിക്കുന്നത് ഇതാട്ടോ. അപ്പോൾ ഒരുപാട് ടൈപ്സ് ഓഫ് മോഡൽസ് ഉണ്ട് അവർ ഉപയോഗിച്ചിരുന്ന സ്റ്റാമ്പ്സ് എന്ന് പറയുന്നത്. ഫോർ അപ്ലൈയിങ് പാറ്റേൺസ് ഫോർ ഇത് മറ്റേ കേലങ്കായി എന്നാണ് അവർ പറയുന്നത്. സോ പണ്ട് പിന്നെ കുതിരകളുടെ ഇതിൽ നമ്മൾ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന രീതികൾ തന്നെ കാർപ്പറ്റ് പ്രൊഡക്ട്സ് ഫോർ ആനിമൽസ്. പണ്ട് കാർപ്പറ്റ്സ് ഒക്കെ കൊണ്ടുവരുന്ന ഇതുപോലെ നമ്മൾ പണ്ട് കാലങ്ങളിലെ പോലെ ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്തത് കുതിരകളെ ഉപയോഗിച്ചിട്ടായിരുന്നു. അപ്പോൾ അതുപോലത്തെ ഒരു ഇത് തന്നെയാണ് ഇവിടെയും നടന്നത്. അതാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ കുറേ മോഡലുണ്ട്, കുറേ ടൈപ്സ് ഓഫ് ഡിസൈൻസ് ഉണ്ട്, കുറേ ടൈപ്സ് ഓഫ് ഡിസൈൻസ് ഉണ്ട്.
ആൻഡ് നമ്മൾ ഓരോ കാർപ്പറ്റ്സിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ ഒരു സ്ക്രീനിൽ അവർ കാണിക്കും എങ്ങനെയാണ് കാർപ്പറ്റ്സ് നിർമ്മിക്കുന്നതെന്ന്. അപ്പോൾ അതാട്ടോ ഈ വീഡിയോയിൽ കാണുന്നത്. ഇപ്പോഴാണ് കൂടുതൽ മെച്ചപ്പെട്ട് വന്നത്. പണ്ട് കാലങ്ങളിൽ ഞാൻ ഒരു ക്ലിപ്പ് ഇവിടെ ആഡ് ചെയ്തിട്ട് അവരതിൻ്റെ ഇത് കാണിക്കുന്നുണ്ട്, ഒരു ജസ്റ്റ് സാമ്പിൾ കാണിക്കുന്നുണ്ട് കൈകൊണ്ട് നിർമ്മിക്കുന്നതിനാണ്. അത് ആ വീഡിയോ ഞാൻ എന്തായാലും ആഡ് ചെയ്യുന്നുണ്ട് അതിനകത്ത്. സോ ഇതാണ് അവർ പിന്നെ കാർപ്പറ്റ് നെയ്യാൻ ഉപയോഗിച്ച വുഡൻ മെഷീൻ എന്നൊക്കെ പറയാൻ പറ്റില്ല, ഒരു ഇതെന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു ഈ ഒരു വീഡിയോയിൽ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ലൈവായിട്ട് നമ്മളെ കാണിക്കുന്നുണ്ട് കേട്ടോ ഈ കാർപ്പറ്റ്സ് അവരെങ്ങനെയാണ് തുന്നുന്നതെന്ന്. കാരണം നല്ല കഠിനമായിട്ടൊരു വർക്കാണ് കേട്ടോ. ഇരുന്ന് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു ഹാർഡ് വർക്കാണ്. അപ്പോൾ അവർ ചെയ്യുന്ന ഓരോ ത്രെഡും ഇതിലൂടെ ഇട്ട് അതിലൂടെ എടുത്ത് കാണുമ്പോൾ തന്നെ നല്ലൊരു എന്താ പറയുക, അവരുടെ ക്രിയേറ്റിവിറ്റി തന്നെ ഭയങ്കര ഇതാണ്. അതിലൂടെ തന്നെ ഭയങ്കര ഒരു ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് നമ്മൾ തന്നെ വിചാരിച്ചു ഇതെന്ത് ഇങ്ങനെയൊക്കെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന അവരുടെ ആ ഒരു ഇത് എന്ന് പറയുന്നത് ഭയങ്കര ഹാറ്റ്സ് ഓഫ് ആണ്. എന്തായാലും അത് ചെയ്യുന്ന കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം അവരത്രയും ഇരുന്ന് ചെയ്യുക എന്ന് പറയുന്നത് അത് ഭയങ്കര ഒരു കഠിനമായൊരു വർക്ക് തന്നെയാണ്. ഇതാ അവർ ഇതുണ്ടോ പണ്ടത്തെ വസ്ത്രധാര രീതി. ഇതൊക്കെ എന്താ ചേട്ടാ? എംബ്രോയിഡറി വർക്കൊക്കെ ചെയ്തല്ലോ. വുമൻസ് ക്ലോത്തിങ് സെറ്റ്സ് ആട്ടോ, ട്രഡീഷണൽ കൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ള ക്ലോത്ത് സെറ്റ്സ് ആട്ടോ ഇത്. Wow, it's so nice. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നെല്ലാം കഴിഞ്ഞ് അണ്ടർഗ്രൗണ്ടിലേക്ക് പാസ് ചെയ്യുമ്പോൾ കേട്ടോ ഇവരെ കണ്ടത്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് കോഫി പറഞ്ഞു. അപ്പോൾ മറ്റേനെ അപേക്ഷിച്ച് ഇവിടെ ഭയങ്കര കുറവാട്ടോ. ഇവിടെ 50 മനാത്ത് എന്നല്ല പറയുന്നത് 50. അപ്പം മറ്റേനെ അപേക്ഷിച്ച് ഇവിടെ നല്ല റേറ്റ് കുറവാട്ടോ. ഇവിടെ ചായക്ക് 50 സെൻറ്റും കോഫിക്ക് 2 സെനാണ്, 2 മന്നത്തും ആട്ടോ. അപ്പോൾ ഇവിടെ ചായ കുടിച്ചിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പാസ് ചെയ്യാന്ന് വെച്ചു. സേഫ്റ്റി ഇതൊന്നും ഇല്ലേ? നോ സേഫ്റ്റി. പിടിച്ചിരുന്നു പറക്കുമോ? വീഡിയോ എടുക്ക്.
അവിടെ പോയി നിന്നിട്ട് വീഡിയോ എടുക്കുന്നത്. സത്യം. താഴെ പോവോ? സൂക്ഷിച്ചേ, സൂക്ഷിച്ചേ. ആ ചേട്ടൻ എടുത്തിട്ട് അതിനൊരു വീഡിയോ എടുക്കാം. കുലുക്കൊന്നുമില്ലല്ലോ, സംഭവം അടിപൊളിയാ. അല്ലെങ്കിൽ നമ്മളെ സ്റ്റെപ്പ് കയറേണ്ടി വന്നേനോ അവിടുന്ന് അവിടെ വരെ. ഇത് ഇന്നലത്തെ സ്റ്റെപ്പ് അല്ലേ, ഇതാ ഡബിളാ. അത് പറഞ്ഞേ ആ ചേട്ടൻ ഇപ്പം നമ്മൾ ഫ്യൂനിക്കുല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് വന്നിട്ടുള്ള നേരെ റിട്ടേണായി കേട്ടോ. ജസ്റ്റ് ഇവിടെ നിന്ന് നടക്കാം, അത്രയേ ഉള്ളൂ. വേറെ ഒന്നും അങ്ങനെ കാണാനോ ഒന്നുമില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ എല്ലാം കണ്ടു കഴിഞ്ഞ് ഇപ്പോൾ ബാക്ക് പോവുകയാണ്. ബാക്ക് പോകണമെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുക്കണം ഇവിടെ. അങ്ങനെ ടിക്കറ്റ് എടുത്ത് ഇനി നമ്മളിതിൽ താഴോട്ട് പോകും. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എല്ലാം എടുത്തു. ഇപ്പോൾ വെയിറ്റ് ചെയ്യുകയാണ്. ഈ കുറേ ആൾക്കാരായാലും അവർ അത് ട്രെയിൻ എടുക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഈ കുറച്ച് ആൾക്കാരായാലേ ഈ ഫോണിക്കുലാർ എന്ന് പറഞ്ഞിട്ടുള്ള ഇത് എടുക്കുകയുള്ളൂ, നമുക്ക് താഴോട്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മളിപ്പോൾ വെയിറ്റ് ചെയ്യുകയാണ്. ആ ഓരോരുത്തർ പോണമെന്ന്. അങ്ങനെ ഞങ്ങൾ ബാക്ക് പോവുകയാണ് ഗൈസ്. ഇവിടുന്ന് ഇറങ്ങി ഇതിൽ കയറി താഴോട്ട് പോവാം. ഹായ്. ഇവിടുന്ന് ചെന്നിട്ട് ഇനി ഫുഡെല്ലാം കഴിച്ച് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അസർബൈജാനിൽ. ഞാൻ നൈറ്റ് ഞങ്ങൾ പുറത്ത് പോയതിൻ്റെ എല്ലാം വേറൊരു വീഡിയോ ഇടുന്നുണ്ട്. എന്തായാലും ഇത് ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ആയിരുന്നു അസർബൈജാൻ. ഇനി ടുമോറോ ബാക്ക് ടു UAE. ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.